നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ GR. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ചിരി നമുക്ക് എങ്ങനെ മനോഹരമാക്കാം, അല്ലെങ്കിൽ എന്താണ് ചിരി രൂപകൽപ്പന ചെയ്യുന്ന സ്മൈൽ ഡിസൈനിങ്. പലപ്പോഴും പല രോഗികളും ചോദിക്കാറുണ്ട്, ഡോക്ടർ സ്മൈൽ ഡിസൈനിങ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ സ്മൈൽ മേക്ക് ഓവർ എന്താണ്. അപ്പോൾ ഇതിന് തന്നെ പല വകഭേദങ്ങളായിട്ട് പല പേരുകളിൽ പറയാറുണ്ട്. സ്മൈൽ ഡിസൈൻ ഉണ്ട്, സ്മൈൽ മേക്ക് ഓവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഹോളിവുഡ് സ്മൈൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഹോളിവുഡ് സ്മൈൽ അല്ലെങ്കിൽ സ്മൈൽ മേക്ക് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നിരതെറ്റിയ പല്ലുകളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്തരത്തിൽ നമുക്കിപ്പോൾ ചില പല്ലുകൾക്ക് ഒരു അഭംഗി ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് രൂപകൽപ്പന ചെയ്ത് ഒരു ആകർഷകമായ ചിരി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു അംബ്രല്ല ടേമാണ്. അതായത് വലിയൊരു കുടക്കീഴിൽ ഒരുപാട് ചികിത്സകൾ ഒരുമിച്ച് പറയുന്ന ഒരു വലിയ വാക്കാണ് സ്മൈൽ ഡിസൈനിങ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് നമ്മുടെ ഡെൻറ്റിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ശാഖകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ആ ഓരോ ബ്രാഞ്ചുകളും ചിലപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട്, അതായത് ചിലപ്പോൾ പരസ്പരം സമ്മേളിപ്പിച്ചിട്ട് ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്ന പല ചികിത്സകളുടെ ഒരു ആകെത്തുകയാണ് ശരിക്കും സ്മൈൽ ഡിസൈനിങ്. അപ്പോൾ ഒരാളുടെ ചിരി മനോഹരം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ ചിരി എന്ന് തന്നെയല്ല, നമ്മുടെ നാച്ചുറലുള്ള പ്രകൃതിയിലുള്ള ഏതൊരു വസ്തു നോക്കിക്കഴിഞ്ഞാലും ആ ഒരു മനോഹരം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുവർണ്ണ അനുപാതം എന്ന് പറയും, അല്ലെങ്കിൽ ഗോൾഡൻ പ്രപ്പോർഷൻ. ഇപ്പോൾ ഏതൊരു വസ്തുവാണെന്നുണ്ടെങ്കിൽ അത് ഗോൾഡൻ പ്രപ്പോർഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് എസ്തെറ്റിക്കലി കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ചിരി നോക്കുമ്പോഴത്തേക്ക് ഒരാളുടെ ചിരിയെ ഡിഫൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ചിരിയെ നിർണ്ണയിക്കുന്ന 3 പ്രതലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മുഖം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മുഖത്തിന് നമുക്ക് പ്രധാനമായിട്ട് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, അതിനൊരു ഊർധ്വഭാഗമുണ്ട്, ഒരു മധ്യഭാഗമുണ്ട്, ഒരു അധോ ഭാഗമുണ്ട്, അല്ലെങ്കിൽ അപ്പർ ആൻഡ് മിഡിൽ ലോവർ 1/3 അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് നമുക്ക് അതിന് ഈക്വലായിട്ടുള്ള 5 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ചിരി അതുപോലെ നോക്കിക്കഴിഞ്ഞാലും ചിരിയിൽ ചിലപ്പോൾ വളരെ ഗ്രോസ് ആയിട്ടുള്ള ഒരു അപാകതകൾ ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ പല്ലിനെ ഉൾക്കൊള്ളുന്ന താടിയലിൽ വന്നിട്ടുള്ള പ്രശ്നമായിരിക്കും. നമ്മളതിനെ പറയുക സ്കെലിറ്റൽ പ്രോബ്ലംസ് എന്ന് പറയും. ചില ആൾക്കാരിൽ ഈ താടിയൽ, മേൽത്താടിയും കീഴ്ത്താടിയും ഒക്കെ നല്ല അനുപാതത്തിലായിരിക്കും, പക്ഷേ പല്ലിൻ്റെ ആ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ പല്ലിൻ്റെ ആ ഒരു സൈസിലോ ഒക്കെയുള്ള ഒരു അഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മളത് പറയും ഡെൻ്റൽ അബ്നോർമാലിറ്റി എന്ന് പറയും. ഇനി ചില ആൾക്കാരിൽ ഇത് രണ്ടും നന്നായിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ നമ്മൾ ചിരിക്കുമ്പോൾ മോണ ചിലപ്പോൾ കൂടുതലായിട്ട് കാണുന്നവരുണ്ടാകും, ഗമ്മി സ്മൈൽ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മോണ കൂടുതലായിട്ട് കാണാത്തവരുണ്ടാകും, കുറച്ചുകൂടി പല്ലിന് ഈ മോണ മേലോട്ട് കയറിയിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചുണ്ടിൻ്റെ വലിപ്പക്കുറവ്, മേൽചുണ്ട് വളരെ ചെറുതായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നു, ഇൻകോമ്പിറ്റൻസി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ തന്നെ മൃദുവായിട്ടുള്ള കലകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ 3 ലെവൽ നമ്മൾ എൻവലപ്പ് ഓഫ് ഡിസ്ക്രിപ്പൻസി എന്നാണ് പറയുക. അതായത് ഇതിനകത്ത് ഏത് ലെവലിലാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇപ്പോൾ താടിയെല്ലിനാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള താടിയെല്ലിനെ നമ്മൾ വേറൊരു പുതിയൊരു പൊസിഷനിലോട്ടേക്ക് പുനഃക്രമീകരിക്കുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളതിനെ പറയുന്നത് ഓർത്തോഗ്നാത്തിക് സർജറി എന്ന് പറയും. അത് സാധാരണ ചെയ്യുന്നത് പോലെ നമ്മൾ മയക്കിയിട്ട് തന്നെ ജനറൽ അനസ്തീഷ്യയിൽ നമ്മൾ അബോധ അവസ്ഥയിൽ തന്നെ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഓർത്തോഗ്നാത്തിക് സർജറി എന്ന് പറയുന്നത്. ഇനി പല്ലിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, പല്ലിൻ്റെ ഒരു തള്ളലാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ നമുക്ക് ദന്ത ക്രമീകരണം ചെയ്ത്, അതായത് പല്ലിൽ കമ്പിയിട്ട് അതിനെ ശരിയാക്കാൻ പറ്റും. അതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ ഒരു പരമ്പരാഗത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു 1.5 വർഷമൊക്കെ കമ്പിയിടേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലോഹനിർമ്മിതമായിട്ടുള്ള മുത്തുകളാണ് ഘടിപ്പിക്കാറ്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിരിക്കുമ്പോഴൊക്കെ ഈ ഒരു ലോഹത്തിൻ്റെ കളർ അവിടെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം കമ്പി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ലിംഗ്വൽ ബ്രേസസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുറത്തേക്ക് ഒട്ടിക്കാതെ പല്ലിൻ്റെ ഉൾഭാഗത്ത്, ലിംഗ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന നാവുമായിട്ട് ചേരുന്ന, അതായത് പല്ലിൻ്റെ ഉൾഭാഗത്ത് മുത്തുകൾ ഒട്ടിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും രോഗിയുടെ ഒരു അശ്രദ്ധക്കുറവ് കാരണമൊക്കെ ചിലപ്പോൾ അവിടുത്തെ ഓറൽ ഹൈജീൻ പ്രോപ്പറായിട്ട് അവിടെ ക്ലീനിങ് നടക്കില്ല. അപ്പോൾ വീണ്ടും മോണയ്ക്ക് വീക്കം വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നാവ് ഇതിൽ തട്ടിയിട്ട് ചിലപ്പോൾ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലിംഗ്വൽ ഒരു ബ്രേസസിന് അത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. പിന്നീട് വന്നതാണ് സിറാമിക് ബ്രേസസ് എന്ന് പറയും. അതായത് നമ്മുടെ പല്ലിൻ്റെ തന്നെ നിറത്തിലുള്ള ബ്രേസസ് ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലിയർ അലൈനർ ടെക്നോളജി എന്ന് പറയും. വളരെ സുതാര്യമായിട്ടുള്ള ട്രേസ് ഉപയോഗിച്ചുകൊണ്ടിട്ട് നമുക്ക് ദന്ത ക്രമീകരണം നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ടുള്ള ഈ നോർമലായിട്ടുള്ള ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഈ നമ്മുടെ അലൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ട്രേ നമുക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്ക് അത് റീഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയം, അതായത് ചികിത്സയുടെ ദൈർഘ്യവും കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പരമ്പരാഗത രീതിയിലൊരു 18 മാസം അല്ലെങ്കിൽ 24 മാസം എടുക്കുന്ന ചികിത്സയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ 8 മാസം കൊണ്ടൊക്കെ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്.
ഇനി പല്ലിലെ സ്റ്റെയിൻസ് അല്ലെങ്കിൽ കറകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ വൈറ്റനിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് ഉപയോഗിച്ചുകൊണ്ട് ആ കറകൾ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ പല്ലിലുള്ള ആ വിടവ് കാണുന്നുണ്ട് പ്രശ്നമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിടവിന് കാരണം പലപ്പോഴും മുൻനിര പല്ലുകളുടെ ഇടയിൽ കാണുന്ന ഫ്രീനം എന്ന് പറയുന്ന ഒരു ദശ ഏൽപ്പിക്കുന്ന മർദ്ദമായിരിക്കും. അപ്പോൾ ആ ഒരു ദശയെ നീക്കം ചെയ്യാനായിട്ടുള്ള ലഘുവായിട്ടുള്ളൊരു പ്രൊസീജിയറുണ്ട്, ഫ്രിനക്ടമി എന്ന് പറയും. അപ്പോൾ അതോടൊപ്പം തന്നെ ചില കേസുകളിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പേസിംഗ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റെയിൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പല്ലിനെ കവർ ചെയ്യാതെ ആ പുറം ഭാഗം മാത്രം നമുക്ക് ചെറുതായിട്ട് രാഗിയിട്ട് അവിടെ നേരത്തെ ഒരു പാളി പോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ അതിനെ പറയുന്നത് വെനീറിങ് അല്ലെങ്കിൽ ലാമിനേറ്റ് എന്ന് പറയാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഈ PVC ലാമിനേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലാമിനേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു നേർത്ത പാളിയാണ്. ഒരു റസിൻ സിമൻറ്റ് എന്ന് പറയുന്ന പ്രത്യേകതര സിമൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ വെനീസ് ഈ പല്ലിൻ്റെ നമ്മുടെ ഉപരിതലത്തിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഈ വിടവ് അടച്ചെടുക്കാനും കഴിയും. മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചില കേസുകളിൽ ഇപ്പോൾ മോണയിലാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ മൂന്നാമത്തെ ഒരു ലെവലിൽ പല്ലും എല്ലും ഒക്കെ നോർമലാണ്, പക്ഷേ മോണ കൂടുതലായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗമ്മി സ്മൈൽ മാറ്റാനായിട്ട് ജിഞ്ചിവെക്ടമി എന്ന് പറഞ്ഞ ലഘുവായിട്ടൊരു പ്രൊസീജിയർ വഴി ആ മോണയുടെ ലെവൽ മാറ്റിയിട്ട് കുറച്ചുകൂടി നല്ലൊരു ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഈ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ്, ആ ഒരു രാസവസ്തു അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ഇരുണ്ട നിറം വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഫെയർ സ്കിൻഡ് ആയിരിക്കും, പക്ഷേ അവരുടെ മോണ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള നിറമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ മോണയിലുള്ള ഇരുണ്ട നിറത്തിന് നമ്മൾ നീക്കം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജിഞ്ചൈവൽ ഡീപിഗ്മെൻറ്റേഷൻ എന്നാണ് പറയുക. അപ്പോൾ ജിഞ്ചൈവൽ ഡീപിഗ്മെൻറ്റേഷൻ നമുക്ക് പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ നോർമലായിട്ടുള്ള സ്കാൽപ്പൽ ഉപയോഗിച്ചുകൊണ്ട് സർജിക്കൽ രീതിയിൽ നമ്മൾ സാധാരണ നമുക്കറിയാം ഈ ബ്യൂട്ടി പാർലറിലുമൊക്കെ സ്കിന്നിലുമൊക്കെ ചെയ്യുന്നതാണ്. സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇരുണ്ട നിറം ഉണ്ടെന്നുണ്ടെങ്കിൽ പീലിംഗ് ഓഫ് ചികിത്സയുണ്ട്. അപ്പോൾ അതുപോലെ മോണയിൽ നമ്മളതിനെ പീൽ ഓഫ് ചെയ്ത് കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ജിഞ്ചൈവൽ അല്ലെങ്കിൽ ഗം ഡീപിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് നോർമലി ഉള്ള സർജിക്കൽ സ്കാൽപ്പൽ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും, ഇലക്ട്രോ സർജറി ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂ ലേസറാണ്. അപ്പോൾ ലേസറിൻ്റെ സഹായത്തോടെ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു മോണയിലുള്ള പിഗ്മെൻറ്റേഷൻ നീക്കം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലേസറിൻ്റെ സഹായത്തോടെ നമുക്ക് പല്ലിലുള്ള സ്റ്റെയിൻസ് വരാം. അപ്പോൾ ചില ആൾക്കാർക്ക് ചില ജന്മന തന്നെ ചിലപ്പോൾ ഇരുണ്ട നിറത്തിലുള്ള പല്ലുകളുള്ള ആൾക്കാരുണ്ട്. ചില മരുന്നുകളുടെയൊക്കെ പാർശ്വഫലമായിട്ട്, പ്രത്യേകിച്ച് ടെട്രാസൈക്ലിൻ പോലെ ചില മരുന്നുകളുടെയൊക്കെ പാർശ്വഫലമായിട്ട് സ്റ്റെയിനിങ് വരാം. ഒരുപാട് ഇപ്പോൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, ആയുർവേദ മരുന്നുകളിൽ തന്നെ മിക്കവാറും ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഹെവി മെറ്റൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ്സ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരിൽ, കണ്ടമാനം പുക വലിക്കുന്നവരിൽ, ഒരുപാട് കോഫി കുടിക്കുന്ന ആൾക്കാരിലൊക്കെ സ്റ്റെയിൻസ് വരാറുണ്ട്. അപ്പോൾ ഈ സ്റ്റെയിൻസ് നമ്മൾ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ പോകാറുണ്ട്. മറ്റു ചില ആൾക്കാരിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്, എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും പിന്നെയും അവിടെ ചെറിയ ചെറിയ സ്റ്റെയിൻസ് വരുന്നു. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറയും. അതായത് പല്ലിൽ നിറം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള അണുക്കളാണ്. അത് സാധാരണയായിട്ട് കൂടുതലും കാണുന്ന കുഴൽ കിണറുകളിലുമാണ്. അപ്പം ഈ ബോർവെല്ലിലെ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും 3 മാസം കഴിയുമ്പോൾ പിന്നെയും ചെറിയ ഒരു കറുത്ത സ്റ്റെയിൻ അല്ലെങ്കിൽ ചില ഒരു ഓറഞ്ച് നിറത്തിലുള്ള സ്റ്റെയിൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ ചിലപ്പോൾ ടൂത്ത് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മാത്രം മതിയാവില്ല, ടൂത്ത് ബ്ലീച്ചിങ് അല്ലെങ്കിൽ ടൂത്ത് വൈറ്റനിങ് കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ബ്ലീച്ചിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒരു രാസപദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോർമലി ഉള്ള ഡെൻ്റൽ ബ്ലീച്ചിങ് ചെയ്യാം. അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമുക്ക് ലേസർ കൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ടൂത്ത് വൈറ്റനിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാത്തിനെയും കൂടെ ചേർത്ത് പറയുന്ന ഒരു ടെർമിനോളജിയാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഡെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഡെൻ്റൽ ആണെങ്കിലും സ്കെലിറ്റൽ ആണെങ്കിലും സോഫ്റ്റ് ടിഷ്യൂ ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് അഡ്രസ്സ് ചെയ്ത് ചിരി മനോഹരമാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്മൈൽ ഡിസൈനിങ് കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത. നമസ്കാരം.